ഗുഡ് മോർണിംഗ്. അപ്പോൾ യു എയിൽ വന്നിട്ട് റിലവാൻ്റെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ. അപ്പം ഇന്ന് നമ്മളെല്ലാവരും കൊണ്ടുപോകണം, ഫാമിലി പാരൻസ് വേണം സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ എണീറ്റിട്ട് ലഞ്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവനെ വിളിച്ചു. ഇപ്പോൾ അവനിത് ഡ്രസ്സപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആട്ടോ. ഹാപ്പിനെസ്സിനേക്കാൾ കൂടുതൽ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ആദ്യമായിട്ടാണല്ലോ ഇവിടുത്തെ സ്കൂളും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ എന്തൊക്കെയോ ഒരു ഫീലിങ്ങിലാണുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ ഓക്കെ ആവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ അവനെ റെഡിയാക്കി ഞാൻ റെഡിയാവാൻ വേണ്ടി പോയി. അങ്ങനെ ഞാനും നിഷയെല്ലാം റെഡിയായിട്ട് വന്നു. റിൽവാനെ ഫൈനൽ ടച്ചപ്പായിട്ടുള്ള മുടി ഈരലെല്ലാം ചെയ്ത് നമ്മൾ വേഗം ഇറങ്ങി. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോവാണ്. സ്കൂളിൽ പോകാൻ വേണ്ടി ലിഫ്റ്റിൽ കയറിയിട്ടാണ് ഉള്ളത്. എക്സൈറ്റഡ് ആണോ? ആക്ച്വലി അവൻ മാത്രമല്ല കേട്ടോ, നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താണ് എന്നുള്ളൊരു ഇതുണ്ടല്ലോ, നമുക്കൊരു ആകാംക്ഷയിലാണ് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ. ഇപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് എൻ്റെ കോട്ട് വായിക്ക് വിടുകയാണ്. അപ്പോൾ നമ്മൾ സ്കൂളിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റെല്ലാം പോകുന്നുണ്ട്. റിൽവാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, അപ്പോൾ പോകുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെ നമ്മൾ റിൽവാൻ്റെ സ്കൂളിലെത്തി. നമ്മൾ റിൽവാൻ പഠിക്കുന്നത് ഹാബിറ്റാറ്റ് സ്കൂളിലാണ് അജ്മാനിൽ. നമ്മൾ സ്റ്റേ ചെയ്യുന്നത്, നമ്മുടെ വീട് വരുന്നത് ഷാർജയിലും അവർ പഠിക്കുന്നത് അജ്മാനിലുമാണ് കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചുറ്റിനും നോക്കുകയാണ് കേട്ടോ റിൽവാൻ. അങ്ങനെ നമ്മളവിടെ ചെന്നു. അപ്പോൾ ഒരുപാട് പാരൻസുകൾ ഉണ്ടായിരുന്നു. കാരണം ഇതിപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, സെക്കൻഡ് ടേം സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഈ ടൈമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ ആൻറ്റീനൊക്കെ കണ്ട് ഏത് ബസ്സാണ് എങ്ങോട്ടേക്കാണ് പോകണമെന്നെല്ലാം നമ്മൾ നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് റിൽവാൻ്റെ ക്ലാസ്സിലോട്ട് പോയി. റിൽവാനെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇനി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് അവന് സ്കൂൾ ബസ്സിലാണ് വരിക. ഇനി നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. 28-ന് റിസാൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോവാണ്. അതിൻ്റെ പർച്ചേസിങ്ങും ബർത്ത്ഡേ വ്ളോഗെല്ലാം കൂടി നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. ഇന്നിപ്പോൾ റിൽവാൻ്റെ ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ എന്നുള്ളൊരു സംഭവത്തിൽ നമുക്ക് വീഡിയോ ഫിനിഷ് ചെയ്യാം. റിൽവാൻ ഹാപ്പിയാണ്. റിൽവാനിക്ക് പിന്നെ സ്കൂളിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് ചിരിച്ച് കളിച്ചൊക്കെ പോയിട്ടുണ്ട്. റിസാൻ്റെ കാര്യം ഓർക്കുമ്പോൾ നല്ല പേടിയുണ്ട്. നെക്സ്റ്റ് വീക്കിലാണ് അവനിക്ക് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വൈകുന്നേരം കാണാം. അങ്ങനെ ഈവനിങ് ആയപ്പോൾ റിൽവാൻ വന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു തരാം കേട്ടോ ബസ് എവിടെയാണ് കറക്റ്റ് വരുന്നത് എന്നെല്ലാം. ഫസ്റ്റ് ഡേ അല്ലേ നമ്മുടേത്. ഈവനിങ്ങിൽ വരുന്ന സമയത്ത് റിൽവാൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോമോസ്, ഫ്രൈഡും സ്റ്റീംഡ് എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ മംസർ ബീച്ചിൽ വന്നിട്ടാണ് ഉള്ളത്. ഇവന്മാരെ കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടാണ് ഉള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റില്ല. എപ്പോൾ വീക്കിലി ഒന്ന് പുറത്ത് പോകണം പറഞ്ഞ് ബഹളം. ഇവിടെ എവിടെ ഉണ്ടായിരുന്നു? അതാ പോകുന്നു. ഒരുത്തൻ വെള്ളത്തിലുമുണ്ട്.
ഇവിടെ എന്തോ ഒരു ഫുട്ബോൾ ലീഗ് നടക്കുന്ന പറഞ്ഞിട്ട് അതിൻ്റെ പ്ലെയേഴ്സ് എല്ലാം ഇവിടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. റിസാൻക്ക് എന്ന് പറഞ്ഞാൽ ബീച്ച്, വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം കിട്ടിയ പോലത്തെ ഒരു ഫീലാട്ടോ. എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത കാട്ടിക്കൂട്ടല. അപ്പോൾ നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. വെള്ളത്തിൽ എത്ര കളിച്ചാലും മതി വരില്ല. വെള്ളവും മണ്ണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഫീലാവും എനിക്ക്. എത്ര തന്നെ കളിച്ചാലും മതിയാവാത്തൊരു കുട്ടിയാണ്. ഞാൻ മണ്ണിൽ ബട്ടർഫ്ലൈനെ വരച്ച് കാണിച്ചു തരാൻ പറഞ്ഞു കാണിക്കാം കേട്ടോ. അങ്ങനെ അവിടുത്തെ കളിയും കാര്യങ്ങളും സൺസെറ്റെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് നല്ലൊരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലാണ്. നല്ല കടായി ചിക്കന്, അതുപോലെ തന്നെ നാണ്, ബട്ടർ നാണ്, പിന്നെ നമ്മൾ നല്ലൊരു പാകിസ്ഥാൻ സ്പെഷ്യൽ ബീഫ് പുലാവൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഹോട്ടലും ആംബിയൻസും ഇതൊക്കെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ച് കൊള്ളില്ലെന്ന്, പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.